ഓം ശ്രീ സായിരാം. അറിവിൻ്റെ സായി മാർഗം ഭാഗം 26. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അറിവിൻ്റെ സായി മാർഗം. കർത്തവ്യം ഈശ്വരനാണ്, കർമ്മം ആരാധനയാണ്. സുപ്രസിദ്ധവും സരളവുമായ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സാധാരണവും ലൗകികവുമായ കർമ്മങ്ങളെ പോലും നമുക്ക് ആത്മീയ സാധനയും ഉദാത്തമായ ആരാധനയുമാക്കി മാറ്റുവാൻ സാധിക്കുമെന്നത് എങ്ങനെയെന്ന് നോക്കാം. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത്തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമദർപ്പണം. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണിത്. ഭഗവാൻ പറയുന്നു, ഇവിടെ ശ്രീകൃഷ്ണ അർജുനനെ കൗന്ദേയ എന്ന് സംബോധന ചെയ്യുന്നു. മറ്റൊരവസരത്തിൽ കുരുനന്ദന എന്നും വിളിക്കുന്നുണ്ട്. ഈ രണ്ട് സംബോധനകളിലെയും ആന്തരാർത്ഥം ഒരിക്കൽ സ്വാമി തൻ്റെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. ഗീതോപദേശം നൽകിയത് യുദ്ധഭൂമിയിൽ വെച്ചാണ് എന്ന് നാം ഓർക്കണം. കൗന്ദേയ എന്നാൽ ഏത് പരിതസ്ഥിതിയിലും ആയാലും തത്വത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആൾ എന്നാണ് അർത്ഥം. കുരുനന്ദന എന്നാൽ ആദർശനിഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ആനന്ദിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. കർമ്മത്തെ ആരാധനയായി മാറ്റേണ്ടത് എങ്ങനെയെന്ന് ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായി ഉപദേശിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും നൽകുന്നതും ചെയ്യുന്ന തപസ്സും എല്ലാം എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. എല്ലാ പ്രവൃത്തികളും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ എത്രയും നിസ്സാരമായ കർമ്മം പോലും ആരാധനയായി തീരുന്നു. ഭഗവാൻ ഭാവപ്രിയനാണ്. എത്ര ചെയ്തു എന്നല്ല, എങ്ങനെ ചെയ്തു എന്നാണ് ഭഗവാൻ നോക്കുന്നത്. ഭഗവത്ഗീതയുടെ സാരസർവസ്വം മമധർമ്മ എന്ന 2 വാക്കുകളിൽ ഒതുക്കാം. സ്വധർമ്മം ശ്രദ്ധയോടെ അനുഷ്ഠിച്ചുകൊണ്ട് കർമ്മഫലം ഈശ്വരേച്ഛയ്ക്ക് സമർപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന അധ്യായത്തിൽ കർമ്മഫലത്യാഗം തന്നെയാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. കർമ്മം ചെയ്യുവാനുള്ള അധികാരം മാത്രമേ നമുക്കുള്ളൂ. കർമ്മഫലം നൽകേണ്ടത് ഈശ്വരൻ തന്നെയാണ്. യുദ്ധം ച മാം അനുസ്മര. ഭഗവാൻ ഗീതോപദേശം നൽകിയത് യുദ്ധഭൂമിയിൽ വെച്ചായതുകൊണ്ടും ക്ഷത്രിയനായ അർജുനൻ്റെ കർമ്മമണ്ഡലം യുദ്ധമായതുകൊണ്ടുമാണ് യുദ്ധം ച എന്ന് ഭഗവാൻ അരുളിയത്. യുദ്ധമായതുകൊണ്ട് മാത്രമാണ് യുദ്ധം ജ എന്ന് പറഞ്ഞതെങ്കിലും ഇന്നത്തെ പരിതസ്ഥിതിയിലും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും ആകുമ്പോൾ ഇതിന് സ്വകർമ്മം സ്വധർമ്മം എന്ന അർത്ഥം വരുന്നു. എന്നെ സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. അതായത് ഭഗവാനാണ് കർത്താവ്, നാം ഉപകരണങ്ങൾ മാത്രമാണ് എന്ന അവബോധത്തോടെ നിഷ്കാമമായി കർമ്മങ്ങൾ ചെയ്യുക. കർമ്മം ചെയ്യാതെ അകർമ്മിയായിരിക്കുവാൻ ഭഗവാൻ ഒരിക്കലും ഉപദേശിക്കുന്നില്ല. അത് നമുക്ക് അതിനുള്ള അധികാരവും ഇല്ല. കർമ്മം പ്രകൃതിയുടെ നിയമമാണ്. നാം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വസനം, രക്തചംക്രമണം, ദഹനപ്രക്രിയ, ഹൃദയമിടിപ്പ് തുടങ്ങി എന്തെല്ലാം കർമ്മങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അവിരാമം നടക്കുന്നത്. ആ കർമ്മങ്ങൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ ശരീരം നിശ്ചലമാകുന്നു, മരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കർമ്മവും ചെയ്യാതെ അലസരായി ജീവിക്കുന്നവരെ പറ്റി ചത്തതിനൊക്കുമേ ജീവിച്ചൊരിക്കലും എന്ന് പറയുന്നത്. ക്ഷേത്രദർശനം, വഴിപാടുകൾ, തീർത്ഥയാത്ര എന്നിവയൊക്കെ നാം ആരാധനയെന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു പരിധിവരെ അത് ശരിയാണ്. പക്ഷേ അവയെല്ലാം സാധാരണ നിലയിൽ ബാഹ്യമായ പ്രവൃത്തികളും ആചാരങ്ങളുമാണ്. ഈശ്വരൻ നോക്കുന്നത് ഒരുവൻ്റെ ഹൃദയത്തിലേക്കാണ്. കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഭാവമാണ്, ഭാവശുദ്ധിയാണ്. ഭക്തി, അതാണ് ഭഗവാൻ നോക്കുന്നത്. ഭക്തി, ഈശ്വരനെക്കുറിച്ചുള്ള പൂർണ്ണമായ അവബോധം എന്നിവയൊക്കെ ആണ് നമ്മളെ നയിക്കേണ്ടത്.
ഭക്തിയോടെ സമർപ്പിക്കുന്ന ഒരു ഇലയോ പൂവോ കായോ ജലമോ ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് ശരിയായ ആരാധന? ഹൃദയശുദ്ധിയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ ആരാധനയാണ്. വേദശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന പ്രമാണങ്ങളെയും ധർമ്മസംഹിതകളെയും എല്ലാം തന്നെ നന്നായിട്ട് അനുസരിച്ചുകൊണ്ട് നാം ആരാധന ചെയ്യുന്നു. ത്രികരണശുദ്ധി, പ്രേമം, ഭക്തി എന്നിവ നമുക്ക് ഉണ്ടായിരിക്കണം. ത്രികരണശുദ്ധി എന്നാൽ ചിന്തയിലും വാക്കിലും മനസ്സിലും നന്മയും ഒരു യൂണിറ്റിയും, അതായത് ഐക്യവുമുള്ളതിനാണ് ത്രികരണശുദ്ധി എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ആധാരം പ്രേമവും മാർഗം സത്യവും ധർമ്മവും ലക്ഷ്യം ശാന്തിയും അഹിംസയുമായിരിക്കണം. അതായത് നമ്മുടെ കർമ്മങ്ങളുടെ ആധാരം പ്രേമം, മാർഗം സത്യവും ധർമ്മവും, ലക്ഷ്യം ശാന്തിയും അഹിംസയും. ഒരു വ്യക്തി ജപവും ധ്യാനവും ക്ഷേത്രദർശനവും ചെയ്യാത്ത ആളായിരിക്കാം. പക്ഷേ അദ്ദേഹം മാനവമൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നിസ്വാർത്ഥമായ സാമൂഹ്യ സേവനം ചെയ്യുകയാണെങ്കിൽ, നിഷ്കാമനായി ദയയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ, സർവചരാചരങ്ങളെയും ആദരവോടെയും വിനയത്തോടെയും വീക്ഷിക്കുകയാണെങ്കിൽ അയാൾ ഉത്തമ ഭക്തനും കർമ്മയോഗിയുമാണ്. ഈശ്വരൻ്റെ സർവവ്യാപിത്വത്തെയും ഈ ദൃശ്യപ്രപഞ്ചം ഈശ്വരൻ്റെ പ്രത്യക്ഷത ആണെന്ന വസ്തുതയെയും കുറിച്ച് അവബോധമുള്ള ഒരാൾ ഏതു നിസ്സാര കർമ്മവും തനിക്ക് ആരാധനയായി പരിണമിക്കുന്നു. ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീനും സത്യവ്രതനായിരുന്ന മഹാത്മാഗാന്ധിയും ഈ ലോകത്ത് ജീവിച്ചിരുന്ന കർമ്മയോഗികളിൽ അഗ്രഗണ്യരാണ്. അവർ രണ്ടുപേരും ഭഗവത്ഗീതയുടെ തങ്ങളുടെ മാർഗദർശിയായി സ്വീകരിക്കുകയും അതിലെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. തങ്ങളുടെ പ്രവൃത്തി കർമ്മമണ്ഡലങ്ങളിൽ അവർ ഭഗവത്ഗീതയുടെ ഉപദേശങ്ങളാണ് പ്രാവർത്തികമാക്കിയത്. എനിക്ക് ലഭിക്കുന്ന വേതനത്തിന് അർഹമായ ജോലി ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം ചോദിക്കണമെന്നാണ് സ്വാമി നമ്മെ ഉപദേശിക്കുന്നത്. കർത്തവ്യം ഈശ്വരനാണ്, കർത്തവ്യം പ്രേമവുമാണ്. ആത്മാർത്ഥതയോടെ നിങ്ങളുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക, നിയമങ്ങളും അച്ചടക്കങ്ങളും പാലിക്കുക, സത്യസന്ധമായി കർമ്മം ചെയ്യുക. സ്വാമി നമ്മെ ഉപദേശിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളെക്കാളും ശ്രേഷ്ഠമാണ് സേവനം ചെയ്യുന്ന കൈകൾ എന്നാണ് സ്വാമി നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ ആകമാനം ചൈതന്യവത്താക്കുന്ന ദിവ്യോർജത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. ഈ പ്രപഞ്ചത്തിന് ആധാരമായ ദൃഷ്ടിഗോചരമല്ലാത്ത ആ ദിവ്യശക്തിയെക്കുറിച്ച് നമുക്ക് ആദരവോടെയും സ്മരണയോടെയും കൂടി നമ്മുടെ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടതാണ്. സ്വധർമ്മേ നിധനം ശ്രേയഃ എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. സ്വധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ മരണം പോലും സ്തുത്യർഹമാകുന്നു. നമ്മുടെ ധീര ജവാന്മാരുടെ മരണം വീരമൃത്യു ആകുന്നത് അതുകൊണ്ടാണ്. ഫലകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യുക എന്നതാകണം നമ്മുടെ ലക്ഷ്യം. കൃത്യനിഷ്ഠയോടെ ദൈവപ്രീതിയോടെ പാപഭീതിയോടെ നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആരാധനയായി തീരുന്നു. നിങ്ങളുടെ ഹൃദയമാകുന്ന വസ്ത്രത്തെ എപ്പോഴും വൃത്തിയായും ശുദ്ധിയായും വയ്ക്കുക. ഒരു പക്ഷേ അതിൽ അഴുക്കു പുരണ്ടാൽ കർമ്മമാർഗമാകുന്ന സോപ്പ് തേച്ച് ഭക്തിമാർഗമാകുന്ന വെള്ളത്തിൽ കഴുകി ജ്ഞാനമാർഗത്തിലൂടെ പിഴിഞ്ഞ് ഉണക്കിയെടുക്കുക. ഇതാണ് ഹൃദയം ശുദ്ധീകരിക്കുവാനുള്ള മാർഗം എന്ന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ നമ്മെ ഉപദേശിക്കുന്നു. കർത്തവ്യം ഈശ്വരനാണ്. അതിനാൽ യാതൊരു കാരണവശാലും കർത്തവ്യത്തിൽ നിന്നും നമ്മൾ ഒളിച്ചു ഓടാതെ ഇരിക്കണം. എല്ലാ പ്രവൃത്തികളും ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനാണ് കർത്താവ് എന്ന ഭാവത്തോടെ, നാം വെറും ഉപകരണങ്ങൾ മാത്രം എന്ന ഭാവത്തോടെ നമ്മളുടെ ഓരോ കർമ്മവും നാം അനുഷ്ഠിക്കുമ്പോൾ കർമ്മം ആരാധനയായി തീരുന്നു. കർത്തവ്യം ഈശ്വരനാണ്, കർമ്മം ആരാധനയാണ്. ജയ് സായിരാം.